ഇന്ത്യയിലെ വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സിൽ ഒരാളാണ് പ്രഭാസ്. ബട്ട് ഈസ് ഈ റിയലി വർത്തി എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആൻഡ് മൈ ആൻസർ വാസ് നോ. കാരണം ബാഹുബലി എന്നൊരൊറ്റ സിനിമ കൊണ്ട് ഇന്ത്യയിലെ ഒരു ആക്ടേഴ്സിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രഭാസ്. ഒരൊറ്റ പടം കൊണ്ട് അത്രയധികം റീച്ച് ചുരുക്കം ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ ആ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ബാഹുബലി എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രഭാസ് ചിത്രങ്ങളായ സാഹോ, രാധേശ്യാം, ആദിപുരുഷ് എല്ലാം തന്നെ ഫ്ലോപ്പ് പടങ്ങളല്ല. ഇറ്റ് വാസ് ദ വേസ്റ്റ് ഫിലിംസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമകൾ എന്ന് പറയപ്പെടാം. കാരണം അത്രയധികം മോശം പടങ്ങളായിരുന്നു എല്ലാം. അങ്ങനെ ബാഹുബലി പോലൊരു സിനിമയിൽ വലിയ റീച്ച് കിട്ടി. പിന്നീട് അങ്ങോട്ട് പുറത്തിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം തന്നെ ഫ്ലോപ്പ് ആകുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം അത്രയ്ക്കുള്ളതുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും പ്രതിഫലം ഇനിയും വാങ്ങാനുള്ളതുണ്ടോ, ഇദ്ദേഹത്തിന് പ്രതിഫലം കുറച്ചുകൂടെ എന്നൊക്കെ. ഇവൻ പുറത്തിറങ്ങിയ ആദിപുരുഷനൊക്കെ 200 കോടിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മാത്രം സാലറി. സോ അങ്ങനെ പ്രഭാസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് സലാർ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ആൻഡ് ഇപ്പോൾ ചോദ്യം, ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് ആ ഒരു കംബാക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ക്യാൻ ഹി ഡു ഇറ്റ്? ആൻഡ് ഈ സിനിമയിൽ ഇങ്ങനൊരു ചോദ്യം വരാൻ തന്നെ കാരണം അതിന്റെ ടീമാണ്. പ്രശാന്ത് നീൽ എന്ന ഡയറക്ടറും ഈ ഒരു ഹൊമ്പാലെ ഫിലിംസ് ഒക്കെയാണ്. കാരണം ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് മാത്രമല്ല, അവർ വെച്ച് പടം എടുക്കുന്ന ഡയറക്ടേഴ്സിന്റെ കയ്യിലുണ്ട് എല്ലാം. ഈ കഴിഞ്ഞ 3 സിനിമകളിലും പ്രശ്നം പറ്റിയിട്ടുള്ളത് പ്രഭാസിന്റെ കയ്യിൽ മാത്രമല്ല, തെരഞ്ഞെടുത്ത ഡയറക്ടേഴ്സിന്റെ കയ്യിലും കൂടിയാണ്. അത്രയും പുവർ ക്യാരക്ടറൈസേഷനും പുവർ എക്സിക്യൂഷനും ആയിരുന്നു പ്രഭാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമകളെല്ലാം അത്ര മോശം അനുഭവം നമുക്ക് കിട്ടിയത്. പക്ഷെ സലാർ എന്ന ഈ സിനിമ വരുമ്പോൾ അങ്ങനെയല്ല. ഈ ഡയറക്ടർ ആരാണെന്ന് നമുക്കറിയാം, അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകൾ അറിയാം. അധികം സിനിമകൾ ഇല്ലെങ്കിലും KGF 1 and 2 ആ 2 സിനിമകളിലുള്ളവർ തന്നെ തന്റെ കഴിവെന്നാണ് ലോകം മുഴുവൻ തെളിയിച്ച ഒരാളാണ്. സോ പ്രഭാസിനെ പോലെ ഒരു ആക്ടറിനെ എങ്ങനെയാണ് പ്രശാന്ത് നീൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഉറ്റുനോക്കുക. സോ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ മികച്ചൊരു കംബാക്ക് പ്രഭാസിന് എങ്ങനെ പോലും ചെയ്യാൻ പറ്റും. കാരണം ബാഹുബലി എന്ന സിനിമയിൽ തന്നെ രാജമൗലി ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു ആക്ടറിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് പൊട്ടൻഷ്യൽ ഫുൾ ആയിട്ട് എൻഗൾഫ് ചെയ്യാൻ പ്രശാന്ത് നീലിന് സാധിച്ച പ്രഭാസിന് സലാറിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന് മറ്റ് സിനിമകൾ പോലെ അല്ല സലാർ എന്നതിന്റെ ട്രെയിലർ തന്നെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. വെറൈറ്റി ക്യാരക്ടറാണ്. കൂടാതെ ഇതൊരു ആക്ഷൻ പാക്ഡ് മൂവിയാണ്. അതേസമയം തന്നെ ഇമോഷണൽ ട്രാക്കിലൂടെയും പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ഒരു സിനിമയിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണ്. സോ അവിടെയും ചെറിയൊരു വിഷയമുണ്ട്. കാരണം പൃഥ്വിരാജൻ പോലെ ഒരു ആക്ടർ, അദ്ദേഹത്തിന് ആക്ടിംഗ് പൊട്ടൻഷ്യൽ നമുക്കറിയാം. സോ അങ്ങേരുടെ കൂടെ പ്രഭാസ് നിൽക്കുമ്പോൾ അതെങ്ങനെ ടാലി ആവും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ചില സമയത്തെല്ലാം നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഫീല് പ്രഭാസിന്റെ സ്ക്രീൻ പ്രസൻസിനേക്കാൾ കൂടുതൽ ഓവർ ഷാഡോ ചെയ്ത് പോവോ പൃഥ്വിരാജിന്റെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ ആ രീതിക്ക് തന്നെ ആയിരിക്കും ഈ സിനിമ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് സ്കെച്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു 2 പാർട്ട് മൂവിയാണ്. സോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാനാണ് ആദ്യ മൂവി, പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡ് മൂവിലേക്ക് വരിക. സോ ജസ്റ്റ് ആക്ഷൻ സീക്വൻസിലൂടെ മാത്രമല്ല, ആ ഒരു ഇമോഷണൽ ട്രാക്കൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കണം പ്രഭാസിന്. കൂടാതെ ഈ പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടർ കൂടെ നിൽക്കുമ്പോൾ അത് ഓവർ ഷാഡോ ആവാതെ നോക്കണം. ഈ സിനിമയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യങ്ങളിൽ നിന്ന് ജസ്റ്റ് പ്രഭാസിന്റെ കംബാക്ക് മാത്രമല്ല, ഇപ്പോൾ റോക്കി എന്ന ഒരു ക്യാരക്ടറൈസേഷൻ പോലെ അത്ര കിടിലൻ ക്യാരക്ടർ ആവോ ഈ ഒരു ദേവ എന്നൊരു ക്യാരക്ടർ എന്നൊരു ചോദ്യമുണ്ട്. കാരണം യാഷിന്റെ കരിയർ ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു റോക്കി. അതേപോലെ ഒരു ക്യാരക്ടറാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സോ അത്തരത്തിൽ അതിനെ പെർഫോം ചെയ്യാൻ പ്രഭാസിന് സാധിക്കുമോ എന്നും കൂടി ഒരു ചോദ്യമുണ്ട്. ആൻഡ് ഇതെല്ലാം പ്രോപ്പറായിട്ട് കവറപ്പ് ചെയ്ത് വന്നാൽ ഒരു മികച്ച കംബാക്ക് തന്നെ പ്രഭാസിന് ചെയ്യാൻ സാധിക്കും. ആൻഡ് ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ചാൻസിൽ ഒന്നാണത്. കാരണം ആ ഒരു ലൈനപ്പിലെ സിനിമകൾ നമുക്കറിയാം, ഇനി വരാതിരിക്കുന്ന സിനിമകളൊക്കെ അറിയാം. പക്ഷേ പ്രോപ്പറായിട്ട് പ്രേക്ഷകരായിട്ട് കണക്ട് ആവാനും ആ ഒരു മികച്ച കംബാക്ക് നടത്താനും ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. സലാർ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാം. പുറത്തിറങ്ങാനിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൽക്കി എന്ന ചിത്രം ഒരു സൈഫൈ ചിത്രമാണ്. രാജ ഡെലക്സ് ആണ് ഒരു ഹൊറർ കോമഡി. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടാവുന്ന ഒരു ജോണറിൽ പോകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പ്രോപ്പറായിട്ട് ക്ലിക്ക് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലിക്ക് ആവണം. സോ ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.